ഹലോ ഓൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിന്ന് കുറച്ച് റോസ് കാണാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റോസുകൾ നമുക്ക് കാണാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ക്ലൈമ്പിംഗ് റോസാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങിയവർ 1-2 പേർ ഇത് സിസ്ലി ബർണർ ആണോ എന്ന് സംശയം ചോദിക്കുകയുണ്ടായി. പക്ഷേ ഇത് ആ ഒരു വെറൈറ്റി അല്ല. ഇതൊരു പുതിയ ക്ലൈമ്പിംഗ് റോസാണ്. ഒരു നേരിയ സ്മെല്ല് മാത്രമാണ്. സിസിലി ബർണർ നല്ല മണമുള്ള ഒരു റോസാണ്. ഇത് നല്ല ഹെവി ബ്ലൂമറായിട്ടുള്ള ഒരു ക്ലൈമ്പിംഗ് റോസാണ്. നാടൻ വെറൈറ്റിയാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലൈമ്പിംഗ് റോസാണ്. നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ട് ഉള്ളതാണ്. അതുപോലെ ബിഗ് യെല്ലോയുടെ ഒരു പ്ലാന്റ് ഒരേ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് സൊളേറാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ലീഫെല്ലാം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. പക്ഷേ പൂക്കൾ നന്നായിട്ട് പുതിയ ഫ്രഷായിട്ട് വിരിഞ്ഞ പൂക്കളായിട്ടല്ല, കുറച്ച് ഫെയ്ഡായിട്ട പൂക്കളായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ബിഗ് യെല്ലോയാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ ഈ വൈറ്റ് ക്ലൈംബർ നമ്മുടെ കയ്യിലുണ്ട്. ഇനിയുള്ളത് നമ്മുടെ ബട്ടർഫ്ലൈ റോസ്, ബീപോപ്പ് എന്നെല്ലാം പേരുള്ള ബട്ടർഫ്ലൈ റോസാണ്. തമിഴ്നാടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കാട്ടിലും മേട്ടിലുമെല്ലാം വളരെ പൂത്തുലഞ്ഞു കിടക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു പ്ലാന്റ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് 80 രൂപയ്ക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല വലിയ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ നമുക്ക് നല്ല റെഡ് റോസ് അവൈലബിൾ ആണ്. റെഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് റെഡ് റോസ്, താജ്മഹൽ റോസ് ആകാം, അതല്ലെങ്കിൽ ഫ്ലോറിബണ്ട റെഡ് റിച്ച് ആകാം. ഇതിലേതെങ്കിലും ഒരു വെറൈറ്റി ആകാം. അപ്പോൾ ഈ ഒരു ബിഗ് റെഡ് റോസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഡബിൾ ഷെയ്ഡ് അല്ലെങ്കിൽ ടൈഗർ റോസ് എന്നെല്ലാം നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു പിങ്ക് ടൈഗർ റോസ്, അതല്ലെങ്കിൽ സെൻറ്റിമെൻ്റൽ റോസിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. സെയിം പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ ഈ ഒരു കാണുന്ന ഓറഞ്ച് ബ്യൂട്ടി എന്ന് നമ്മൾ പേര് പറഞ്ഞിരുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് റോസാണ്. ഇത് മീഡിയം സൈസ് ബെഞ്ചായിട്ട് ഫ്ലവറിങ് ഉണ്ടാകുന്ന ഒരു റോസ് പ്ലാന്റ് ആണ്. ഇത് സൊളേർ റോസിൻ്റെ വലിയ ഫ്ലവറാണ്. സൊളേർ റോസ് നമുക്ക് ഒരെണ്ണം അവൈലബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ഉള്ള ഒരു ക്ലൈമ്പിംഗ് റോസാണ് ഈ പിങ്ക് വൈറ്റ് ക്ലൈമ്പിംഗ് റോസ്. ഒരുപാട് വെറൈറ്റികളൊന്നും തിരഞ്ഞിരിക്കുന്നവർക്കുള്ള സ്റ്റോക്കൊന്നും നമുക്ക് എത്തിയിട്ടില്ല. ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച വെറൈറ്റീസ് ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ എനിക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ഇടുക. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ അപ്പോൾ പറഞ്ഞു തരാം. ഇതിൽ ചിലതെല്ലാം 100-ന് മേളിലും ചിലതെല്ലാം 100-ൽ താഴെയുമുള്ള റോസുകളാണ്.